സെൻസറി റിസപ്റ്റേഴ്സ് ആൻഡ് സെൻസസ്, ഗ്രാഹികളും സംവേദനങ്ങളും. Senses that can be recognized through receptors are divided into two types: general senses and special senses. ഗ്രാഹികളിലൂടെ തിരിച്ചറിയാവുന്ന സംവേദനങ്ങളെ പൊതു സംവേദനങ്ങളെന്നും പ്രത്യേക സംവേദനങ്ങളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം പ്രത്യേക സംവേദനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സെൻസസ് എന്താണെന്ന് പഠിക്കാം. അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. പ്രത്യേക സംവേദനങ്ങൾ, അതായത് ചില അവയവങ്ങളിലൂടെ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ മണം, മൂക്കിലൂടെ മാത്രമേ നമുക്ക് മണം അനുഭവിച്ചറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇപ്പോൾ നാക്ക് വഴി നമുക്ക് മണം അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്കിന്ന് വഴി നമുക്ക് മണം അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ തന്നെ കാഴ്ച, നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നില്ല, പക്ഷേ നമുക്ക് ചെവിയുണ്ട് എന്നും പറഞ്ഞ് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ചെവിയുടെ പ്രവർത്തനം ശരിയല്ല, അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുമോ? നമ്മുടെ കൈയുടെ വെള്ളയിൽ ഒരു ആഹാരം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിന് മധുരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മധുരമുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റുമോ? പറ്റില്ല. അതിനെന്ത് വേണം? നാക്ക് വേണം, അല്ലേ? അപ്പോൾ നാക്കിനെ എന്ത് ചെയ്യാൻ പറ്റൂ? രുചിയെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ പ്രത്യേക സംവേദനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സെൻസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. ആ ഗ്രാഹികൾ അവിടെ മാത്രമേ ഉള്ളൂ, ആ റിസപ്റ്റർ അവിടെ മാത്രമേ ഉള്ളൂ. രുചിയെ സ്വീകരിക്കാൻ ഉള്ള റിസപ്റ്റർ ഇവിടെ മാത്രമേ ഉള്ളൂ, നാക്കിൽ മാത്രമേ ഉള്ളൂ, അല്ലേ? കാഴ്ചയെ സ്വീകരിക്കാനുള്ള റിസപ്റ്റർ കണ്ണിൽ മാത്രമേ ഉള്ളൂ. അപ്പം അവർ എവിടെ മാത്രമേ ഉള്ളൂ? ആ ഒരു സ്പെഷ്യൽ ഓർഗനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംവേദനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പ്രത്യേക സംവേദനങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സെൻസസ്. ദ റിസപ്റ്റേഴ്സ് കോൺസെൻട്രേറ്റഡ് ഓൺലി ഇൻ സർട്ടൈൻ ഓർഗൻ ഹെൽപ്പ് ടു റെക്കഗ്നൈസ് സ്പെസിഫിക് സെൻസസ് സച്ച് ആസ് വിഷൻ, ഹിയറിംഗ്, ടേസ്റ്റ് ആൻഡ് സ്മെല്ല്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ, കാഴ്ച, കേൾവി, രുചി, ഗന്ധം എന്നിവയെ ചില അവയവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രാഹികളാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന സെൻസസ് അല്ലെങ്കിൽ സംവേദനങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? സ്പെഷ്യൽ സെൻസസ്. ഇനി പൊതു സംവേദനങ്ങൾ അഥവാ ജനറൽ സെൻസസ്. അപ്പോൾ അതിൻ്റെ പേര് തന്നെ ഉണ്ട്, എല്ലായിടത്തും തിരിച്ചറിയാൻ പറ്റും, എല്ലായിടത്തും അറിയാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഒരു ഭാഗമോ പ്രത്യേകിച്ച് ഒരു അവയവമോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു പ്രദേശത്ത് മാത്രമൊന്നുമല്ല ഇതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവിടെയുള്ള സാധനങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം? ജനറൽ സെൻസസ് എന്ന് വിളിക്കാം. അതായത് നമ്മുടെ സ്പർശം അഥവാ ടച്ച്, ചൂട് നമ്മുടെ ഹീറ്റ്, പിന്നെ പ്രഷർ നമ്മുടെ മർദ്ദം, ഹീറ്റ്, അതുപോലെ തന്നെ പെയിൻ, അല്ലേ? അപ്പോൾ ത്വക്ക്, പേശികൾ, അതുപോലെ തന്നെ സന്ധികൾ, ആന്തരിക അവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ തിരിച്ചറിയുന്നു. അപ്പോൾ അതിന് പ്രത്യേക അവയവങ്ങളൊന്നുമില്ല, എല്ലാവരും തിരിച്ചറിയും. എവിടെ ഉണ്ടായാലും ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു മുട്ടുസൂചി വെച്ച് കുത്തിയാലും നമുക്ക് എന്തോ അനുഭവപ്പെടും? വേദന അനുഭവപ്പെടും. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് ഒന്ന് ചൂട് കൊള്ളിച്ചാലും അല്ലെങ്കിൽ മെഴുകുതിരിയുടെ ഒരു നാളം തട്ടിയാലും നമുക്ക് എന്തനുഭവപ്പെടും? ചൂട് അനുഭവപ്പെടും. അല്ലാതെ രുചി പോലെ നാക്കിൽ വെച്ചാൽ മാത്രമേ ചൂട് അനുഭവപ്പെടുത്തുള്ളൂ, അങ്ങനെ ഉണ്ടോ? ഇല്ല. ദ റിസപ്റ്റേഴ്സ് ഇൻ സ്കിൻ, മസിൽ, ജോയിൻറ്റ്, ഇൻറ്റേർണൽ ഓർഗൻസ് ആൻഡ് ബ്ലഡ് വെസൽസ്. അതായത് നമ്മുടെ ത്വക്കിനകത്തും നമ്മുടെ മസിൽ പേശിക്കകത്തും നമ്മുടെ ജോയിൻറ്റുകൾ, സന്ധികൾ, ഇൻറ്റേർണൽ ഓർഗൻസ് ആന്തരിക അവയവങ്ങൾ, ആൻഡ് ബ്ലഡ് വെസൽസ് രക്തക്കുഴലുകൾ. രക്തക്കുഴലുകളെ അറിയാലോ, ആർട്ടറി, വെയിൻ, കാപ്പിലറി എന്നൊക്കെ പറഞ്ഞിട്ട്. ഹെൽപ്പ് ടു ഡിറ്റക്ട് ജനറൽ സെൻസസ് സച്ച് ആസ് ടച്ച്, പെയിൻ, ഹീറ്റ്, പ്രഷർ എക്സെട്ര. സ്പർശം, വേദന, ചൂട്, മർദ്ദം എന്നിവയെ ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തരിക അവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ തിരിച്ചറിയുന്നു. അപ്പം ഇതെന്താണ്? പൊതു സംവേദനമാണ്, ജനറൽ സെൻസസ് ആണ്. അപ്പോൾ ഈ സ്പെഷ്യൽ സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവയവങ്ങളുണ്ടോ, ആ അവയവങ്ങൾ വഴി തിരിച്ചറിയാൻ പറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പെഷ്യൽ സെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ആ ബോക്സ് നമുക്കൊന്ന് നോക്കാം.
സെൻസ് ഓർഗൻ ഐ, കണ്ണാണ്. റിസപ്റ്റേഴ്സ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം അല്ലേ? അപ്പം കണ്ണിനകത്ത് എന്തിനാണ് സ്വീകരിക്കുന്നത്? ശബ്ദത്തെയാണോ സ്വീകരിക്കുന്നത്? അല്ല, പ്രകാശത്തെ സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ റിസപ്റ്റർ ആരാണ്? ഗ്രാഹി ആരാണ്? പ്രകാശഗ്രാഹിയാണ്, ഫോട്ടോ റിസപ്റ്ററാണ്. ഇനി ഇതിൻ്റെ സ്റ്റിമുലസ്, ഉദ്ദീപനം ആരാണ്? ഇനി രണ്ടാമത്തതിൽ സ്റ്റിമുലസ്, ഉദ്ദീപനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ റിസപ്റ്റർ, സെൻസ് ഓർഗൻ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണം. സൗണ്ടാണ് സ്റ്റിമുലസ്, ഉദ്ദീപനം. അപ്പോൾ അവിടുത്തെ ഗ്രാഹി ആരായിരിക്കും? ശബ്ദഗ്രാഹിയായിരിക്കും. ശബ്ദത്തെ സ്വീകരിക്കുന്ന ആളായിരിക്കും. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ശബ്ദഗ്രാഹി റിസപ്റ്റർ അഥവാ ഓഡിറ്ററി റിസപ്റ്റർ. അപ്പോൾ അത് തിരിച്ചറിയുന്ന, ശബ്ദം തിരിച്ചറിയുന്ന ഓർഗൻ ഏതാ? ഇയറാണ്, ചെവിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. സെൻസ് ഓർഗൻ ഏതാണ്? സെൻസ് ഓർഗൻ ഇയർ, ചെവിയാണ്. റിസപ്റ്റർ, ഗ്രാഹി ആരാണ്? ഓഡിറ്ററി റിസപ്റ്റേഴ്സ്, ഏതാണ്? നമ്മുടെ ശബ്ദഗ്രാഹിയാണ്. അവിടുത്തെ സ്റ്റിമുലസ് ഏതാണ്? അത് നമ്മുടെ പുസ്തകത്തിൽ തന്നെ കിടപ്പുണ്ട്. ഏതാണ്? ശബ്ദം, സൗണ്ടാണ്. ഇനി അടുത്തതിലേക്ക് പോകാം. അവിടെ റിസപ്റ്റർ കൊടുത്തിട്ടുണ്ട്, കീമോ റിസപ്റ്റേഴ്സ്. എന്താണ്? കീമോ റിസപ്റ്റേഴ്സ്, രാസഗ്രാഹികൾ. അപ്പോൾ ഈ രാസഗ്രാഹികൾ എന്ത് തിരിച്ചറിയാൻ വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മുടെ രുചി തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അത് നമ്മുടെ നാക്കിനകത്തുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്റ്റിമുലസ്, ഉദ്ദീപനം അപ്പോൾ ഏതായിരിക്കും? രുചി, ടേസ്റ്റ്. ഇനി അത് തിരിച്ചറിയുന്നത് ആരാ? നമുക്കറിയാം, നമ്മുടെ നാക്കാണ് രുചികളെ തിരിച്ചറിയുന്നത്. അപ്പം ടങ്. അപ്പോൾ സെൻസ് ഓർഗൻ ഏതാണ്? ടങ്. റിസപ്റ്റർ ഏതാണ്? കീമോ റിസപ്റ്റേഴ്സ്. സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഏതാണ്? അവിടെ കാരണക്കാരനായ ഉദ്ദീപനമായതാരാണ്? നമ്മുടെ ടേസ്റ്റാണ്. ഇനി അടുത്ത ടച്ച് റിസപ്റ്റേഴ്സ് അല്ലേ? സ്പർശഗ്രാഹികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്പർശഗ്രാഹികളല്ല, നമുക്ക് വേരിയസ് റിസപ്റ്റേഴ്സ് എന്ന് പറയാം. എന്ത് പറയാം? പല തരത്തിലുള്ള ഗ്രാഹികൾ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അവിടെ. അപ്പം അത് ആരാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ സ്കിൻ അല്ലേ? നമ്മുടെ സ്കിന്നാണ്. ടച്ച് അറിയുന്നുണ്ട്, പ്രഷർ അറിയുന്നുണ്ട്, ഹീറ്റ് അറിയുന്നുണ്ട്, കോൾഡ് അറിയുന്നുണ്ട്, പെയിൻ അറിയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത്? സെൻസ് ഓർഗൻസ് എന്നുള്ളിടത്ത് സ്കിൻ, ത്വക്ക്. നമ്മുടെ റിസപ്റ്റർ അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ടച്ച് റിസപ്റ്റർ. അവിടെ ഒരെണ്ണോട് എഴുതിക്കൊള്ളുക, വേരിയസ് റിസപ്റ്റേഴ്സ്, വിവിധ ഗ്രാഹികൾ. അപ്പോൾ അവർ എന്തൊക്കെ ഉദ്ദീപനങ്ങളെ അവർ സ്വീകരിക്കാറുണ്ട്? എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങൾ? ടച്ച്, സ്പർശം, പ്രഷർ, മർദ്ദം, ഹീറ്റ്, ചൂട്, കോൾഡ്, തണുപ്പ്, പെയിൻ, വേദന. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് സ്റ്റിമുലസ്, ഉദ്ദീപനം ഏതാ കൊടുത്തേക്കുന്നത്? സ്മെൽ അല്ലേ? സ്മെല്ലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഗന്ധം. അപ്പം ഈ ഗന്ധത്തെ സ്വീകരിക്കുന്നത് ഏത് സെൻസ് ഓർഗനാ? എന്ത് ചോദ്യം അല്ലേ? മൂക്കാണ്, നോസാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിസപ്റ്റർ എന്താണ്? മലയാളത്തിൽ ഗന്ധഗ്രാഹി എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലത് പറയുന്നത് ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് എന്നാണ്. ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ്, OL ആണ് കേട്ടോ. OL പിന്നെ ഫാക്ടറി, FACTORY, ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ്. അപ്പോൾ അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത്? സെൻസ് ഓർഗൻ എന്നുള്ളിടത്ത് നോസ്, ഓൾ ഫാക്ടറി റിസപ്റ്റർ എന്നാണ് റിസപ്റ്ററിൻ്റെ താഴെ എഴുതേണ്ടത്. സ്റ്റിമുലസ് എന്നുള്ളിടത്ത് സ്മെല്ല്, ഗന്ധം എന്നാണ് എഴുതേണ്ടത്. ഗന്ധഗ്രാഹി മൂക്ക്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ? വളരെ എളുപ്പമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ബയോളജി പോലെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ സെൻസസ്. ആ സ്പെഷ്യൽ സെൻസസിനകത്തെ ഓരോ അവയവങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രത്യേക സംവേദനങ്ങളിലെ അവയവങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കണ്ണ്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. കണ്ണിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മുടെ ഐ. അതെ, അവിടെ ജനറലായിട്ടൊരു കാര്യം കൊടുത്തിട്ടുണ്ടല്ലേ? നമ്മുടെ ഒരു സ്കൾ, തലയോടിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ഐ സോക്കറ്റ്, നേത്ര കോഠാരം എന്ന് പറയുന്നൊരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നേത്ര കോഠാരം അല്ലെങ്കിൽ ഐ സോക്കറ്റിനകത്ത് കണ്ണിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഐ മസിൽസ്, നേത്ര പേശികളുണ്ട്. പിന്നെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഐ ലാഷസ് അഥവാ കൺപീലികളുണ്ട്. കണ്ണിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് നമ്മുടെ ഐ ലിഡുണ്ട് അഥവാ നമ്മുടെ കൺപോള.
ഇനി നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗ്ലാൻഡ് അവിടെ ഇരിപ്പുണ്ട്, കണ്ടോ? ഏതാണ്? ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ ഗ്രന്ഥി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് അല്ലേ? പ്രൊട്ടക്ഷന് വേണ്ടിയും ആ സോക്കറ്റിനകത്ത് കണ്ണിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഐ മസിലുണ്ട്. പിന്നെ കണ്ണിനകത്ത് പൊടിപടലങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടി അല്ലേ, ഫോറിൻ പാർട്ടിക്കിൾസ്, അതായത് അന്യവസ്തുക്കളൊന്നും തന്നെ കയർന്ന് അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഐലിഡ് ഉണ്ട്, ഐ ലാഷസ് ഉണ്ട്. അതുപോലെ ഇനി അഥവാ ഒരു പൊടിപടലം അകത്ത് കയറി അതിനെ എന്ത് ചെയ്യണം? കഴുകിക്കളയാൻ വേണ്ടി നമുക്ക് എന്തുകൊണ്ട്? കണ്ണുനീരുണ്ട്. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ലാക്രിമൽ ഗ്ലാൻഡ്, അതാണ്. അപ്പം അധികമായിട്ട് ഒരു പ്രകാശമൊക്കെ നമ്മുടെ കണ്ണിങ്ങനെ അടഞ്ഞും തുറഞ്ഞും അല്ലേ ഇരിക്കുന്നത് അല്ലേ? നമ്മുടെ ഐ ലാഷസ് എപ്പോഴും കൺപോള ഇങ്ങനെ അടയും തുറക്കും അടയും തുറക്കും. എന്താ കാര്യം? അമിതമായിട്ടുള്ള ലൈറ്റൊന്നും പ്രകാശമൊന്നും അകത്തേക്ക് കയറാതിരിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? ഈ ഐലാഷസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെന്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവർ അധികമായിട്ട് വരുന്ന എന്തെങ്കിലും എക്സസീവായിട്ട് ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പ്രൊട്ടക്ഷനൊക്കെ ഇവർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കാം. ഇത് ജനറലായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളവിടെ പറഞ്ഞേക്കുക. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ പറഞ്ഞേക്കുന്നത്. ആദ്യം തന്നെ കൊടുത്തേക്ക് നോക്കി, കൺജങ്ക്റ്റൈവ അഥവാ നേത്ര ആവരണം. അപ്പോൾ കൺജങ്ക്റ്റൈവ അഥവാ നേത്ര ആവരണം. കൺജങ്ക്റ്റൈവ ഈസ് ദ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ. അപ്പോൾ ഈ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് ഒരു മെംബ്രെയിനാണ്, ഒരു സ്തരമാണ്. ദാറ്റ് കവർ ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ. ഇത് കണ്ണിൻ്റെ ആൻറ്റീരിയർ പാർട്ട് എന്ന് വെച്ചാൽ എന്താ? മുൻവശത്തെ ആവരണം ചെയ്ത് കവർ ചെയ്ത് കാണപ്പെടുന്നു. ഇൻക്ലൂഡിങ് ദ ഐലിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൻ്റെ മുൻഭാഗത്തിൻ്റെ കൂടെ തന്നെ ആരെയും കൂടെ കവർ ചെയ്യുന്നുണ്ട്? കൺപോളകൾ ഉൾപ്പെടെ കൺപോളകളെ കൂടെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരാളെ മാത്രം നേത്രാവരണം അഥവാ കൺജങ്ക്റ്റൈവ കവർ ചെയ്യുന്നില്ല, ആവരണം ചെയ്യുന്നില്ല. ആരെയാണെന്നറിയാമോ? കോർണിയ. കോർണിയ മാത്രം എന്ത് ചെയ്യുന്നില്ല? ഈ കൺജങ്ക്റ്റൈവ കവർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അതാണ് അവിടെ പറഞ്ഞേക്കുന്ന ഡെഫിനിഷൻ. നമുക്കൊന്ന് പഠിക്കാം. കൺജങ്ക്റ്റൈവ ഈസ് ദ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ ഇൻക്ലൂഡിങ് ദ ഐലിഡ്സ് എക്സെപ്റ്റ് ദ കോർണിയ. ആ ലാസ്റ്റ് വേർഡ് കണ്ടോ? എക്സെപ്റ്റ് ദ കോർണിയ. അതെ, കോർണിയ ഒഴികെയുള്ള ഭാഗം. അത് നമുക്ക് താഴെ ആ ചിത്രം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്തുകൊണ്ട് കോർണിയ ഒഴിവാക്കി വെച്ചേക്കുന്നു എന്നുള്ളത്. കോർണിയയും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പ്രകാശം അകത്തോട്ട് കയറത്തില്ല. അത് നമുക്ക് താഴോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം എന്താണ് കൺജങ്ക്റ്റൈവ? കൺജങ്ക്റ്റൈവ ഈസ് ദ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ ഇൻക്ലൂഡിങ് ദ ഐലിഡ്സ്. എന്തും വരുന്നുണ്ട്? കൺപോളയും വരുന്നുണ്ട്. പക്ഷേ എന്ത് വരുന്നില്ല? എക്സെപ്റ്റ് ദ കോർണിയ. കോർണിയ വരുന്നില്ല. കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്ര ആവരണം. ഇനി അതിൻ്റെ ഫങ്ഷൻ നമ്മൾ പഠിക്കണം. പ്രൊട്ടക്ട് ദ ഐ. നമുക്ക് ഓരോരോ പോയിൻ്റായിട്ട് പഠിച്ചാലും മതി കേട്ടോ. പ്രൊട്ടക്ട് ദ ഐ, കണ്ണിനെ സംരക്ഷിക്കുന്നു. ഇതിൽ നിന്ന് കീപ് ഇറ്റ് മോയിസ്റ്റ് ആൻഡ് ലൂബ്രിക്കേറ്റഡ്. ഈർപ്പമുള്ളതും അതുപോലെ തന്നെ വഴുവഴുപ്പുള്ളതുമാക്കി മാറ്റുന്നു അല്ലേ? കണ്ണിനകത്ത് നമ്മൾ ചെറുതായിട്ടൊക്കെ തൊട്ട് നോക്കണ്ട, കണ്ണിന് നമുക്കറിയാം ചെറിയൊരു നനവ് എപ്പോഴും ഉണ്ട് അല്ലേ? അപ്പോൾ ഈർപ്പം നിലനിർത്താൻ ആരാ സഹായിക്കുന്നത്? കൺജങ്ക്റ്റൈവ സഹായിക്കുന്നുണ്ട്. പിന്നെ വഴുവഴുപ്പുള്ളത് അല്ലേ? വഴുവഴുപ്പല്ലേ? വഴുവഴുപ്പുണ്ടായതുകൊണ്ടല്ലേ കണ്ണിനകത്ത് കിടന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ പറ്റുന്നത്. അത് നമ്മുടെ ഈ മീനിൻ്റെയൊക്കെ കണ്ണേ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഈ മീനൊക്കെ മുറിക്കുന്ന സമയത്ത് മീനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ആ കണ്ണ് എടുത്ത് വെച്ച് നോക്കിയാൽ അതിങ്ങനെ വഴുവഴാ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഈ ജെല്ലി ബോളൊക്കെ പിടിച്ച് നോക്കുന്ന കണക്കാണ് ഇയാൾ ഇരിക്കുന്നത്. അപ്പം രണ്ട് കാര്യങ്ങളായി. ഒന്ന്, പ്രൊട്ടക്ട് ദ ഐ, കണ്ണിനെ സംരക്ഷിക്കുന്നു. രണ്ടാമത്, കീപ്പ് ഇറ്റ് മോയിസ്റ്റ് ആൻഡ് ലൂബ്രിക്കേറ്റഡ്. കീപ്പ് ഇറ്റ് മോയിസ്റ്റ്, ഈർപ്പമുള്ളതാക്കിയും, ലൂബ്രിക്കേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? വഴുവഴുപ്പുള്ളതായിട്ടും നിലനിർത്തുന്നു. ഇനി അടുത്തത്, പ്രിവെൻറ്റ് ഡസ്റ്റ്, ജേംസ് ആൻഡ് അതർ പാർട്ടിക്കിൾ ഫ്രം എൻറ്ററിങ് ദ ഐ. കണ്ണിനകത്തേക്ക് എന്തൊക്കെ? പൊടിപടലങ്ങളോ അല്ലെങ്കിൽ ജേംസ്, രോഗാണുക്കളോ അല്ലെങ്കിൽ മറ്റു ഘടകങ്ങളോ പ്രവേശിക്കുന്നതിനെ ഇവൻ തടയും. പ്രിവെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? തടയും. പൊടി, രോഗാണുക്കൾ, മറ്റു പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത്
തടയുക എന്നിവയാണ് ആരുടെ, നേത്രാവരണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൺജങ്ക്റ്റൈവയുടെ ഫങ്ഷൻ. ഓക്കെ, എളുപ്പമാണല്ലോ. അപ്പോൾ കൺജങ്ക്റ്റൈവയുടെ ഫങ്ഷൻ എന്താണെന്ന് നമുക്കറിയാം, കൺജങ്ക്റ്റൈവ എവിടെയാണുള്ളതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്ന സാധനം എന്തിനെ എക്സെപ്റ്റ് ചെയ്താണ് കവർ ചെയ്തിരിക്കുന്നത്? എന്തിനെയാണ്? കോർണിയയാണ്. കോർണിയ എക്സെപ്റ്റ് ചെയ്തിട്ട് കോർണിയ ഒഴികെയുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ ആൻറ്റീരിയർ പാർട്ടിനെ കവർ ചെയ്യുന്നു. ആരുൾപ്പെടെ? ഐലിഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കൺപോളെ ഉൾപ്പെടെ കണ്ണിൻ്റെ മുൻഭാഗത്തെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിനാണ്, ഒരു ആവരണമാണ്. ഏതാണ്? ഒരു സ്ഥര ആവരണമാണ് ആര്? കൺജങ്ക്റ്റൈവ. ഇനി കൺജങ്ക്റ്റൈവയുടെ ഫംഗ്ഷൻ എന്താ, ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ? പ്രൊട്ടക്ട് ദ ഐ, കണ്ണിനെ സംരക്ഷിക്കുന്നു. കീപ്പ് ഇറ്റ് മോയിസ്റ്റ്, ഈർപ്പമുള്ളതാക്കുന്നു. ആൻഡ് ലൂബ്രിക്കേറ്റഡ്, വഴുവഴുപ്പുള്ളതാക്കുന്നു. എന്നാലേ മൂവ് ചെയ്യാൻ പറ്റൂ കണ്ണിൽ, നമ്മുടെ ഐ സോക്കറ്റിൽ കിടന്നിട്ട്, അല്ലേ, നേത്ര കോടാരത്തിൽ കിടന്നിട്ട്. ആൻഡ് പ്രിവെൻറ്റ് ഡസ്റ്റ്, എന്തിനെയൊക്കെ തടയുന്നു? പൊടിപടലങ്ങളെ തടയുന്നു. ജേംസ്, രോഗാണുക്കളെ തടയുന്നു. ആൻഡ് അതർ പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ദ ഐ, നമ്മുടെ കണ്ണിനകത്തേക്ക് മറ്റന്യ വസ്തുക്കളൊക്കെ കയറുന്നതിനെ തടയുക എന്നുള്ളതാണ് കൺജങ്ക്റ്റൈവ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാക്രിമൽ ഗ്ലാൻഡ്സ് അഥവാ നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലേ? ടീയേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലാക്രിമൽ ഗ്ലാൻഡ്. നമുക്കറിയാം കണ്ണുനീർ ഗ്രന്ഥിയാണ്. ടീയേഴ്സ് എന്ന് വെച്ചാൽ, ടീയർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ സ്ഥാനം എവിടെയാണ്? കണ്ടില്ല, ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കേ, കണ്ണുനീർ ഗ്രന്ഥി എവിടെയായിരിക്കുന്നത്? ദീസ് ഗ്ലാൻഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഐലിഡ്സ് ടുവേർഡ്സ് ദ അപ്പർ പാർട്ട്. ഇതെവിടെയായിരിക്കുന്നത്? ഈ ഗ്രന്ഥി കൺപോളയ്ക്കുള്ളിൽ മുകളിലായി കാണപ്പെടുന്നു. കൺപോളയ്ക്കുള്ളിലാണ് ഇരിക്കുന്നത്, ഇവൻ ഐലിഡ്സിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്? അപ്പർ പാർട്ട്, മുകൾ ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ലാക്രിമൽ ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ടീയേഴ്സ്, കണ്ണുനീർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അറിയേണ്ടത് ഇതിൻ്റെ സ്ഥാനം എവിടെയാണ്? ദീസ് ഗ്ലാൻഡ് ആർ പ്രസൻറ്റ് ഇൻ ദ ഐലിഡ്സ് ടുവേർഡ്സ് ദ അപ്പർ പാർട്ട്, കൺപോളയുടെ മുകൾ വശത്തായിട്ടാണ് ഈ ലാക്രിമൽ ഗ്ലാൻഡിൻ്റെ സ്ഥാനം. ഇനിയിപ്പം പണ്ടൊക്കെ നമുക്ക് അടിയൊക്കെ കിട്ടുമ്പം നമ്മൾ കരയുമ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ പറയാറുണ്ട്, കരയുന്നത് നല്ലതാണ്, നീ ഇരുന്ന് കരഞ്ഞോളൂ എന്നൊക്കെ പറയും, അല്ലേ? അത് വെറുതെ പറയുന്നതല്ല കേട്ടോ. കരയുന്നത് കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ കണ്ണുനീര് കൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ട്. ഒരുപാട് കരയുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടീയേഴ്സിൻ്റെ ഒരു ഫങ്ഷൻ നമുക്ക് നോക്കാം. ടീയേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ, എന്താണ്? ടീയേഴ്സ് വളരെ അത്യാവശ്യമാണ് കണ്ണുനീർ ഫോർ കീപ്പിംഗ് ദ സർഫസ് ഓഫ് ദി ഐ മോയിസ്റ്റ്, കണ്ണിൻ്റെ ഉപരിതലം ഈർപ്പമുള്ളതാക്കി നിലനിർത്താൻ ഇവൻ സഹായിക്കും. അപ്പോൾ ഒരു ഫങ്ഷനായേ എന്താണ് ഫങ്ഷൻ? ഒന്നാമത്തെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കീപ്പിംഗ് ദ സർഫസ് ഓഫ് ദി ഐ മോയിസ്റ്റ്. ഇനി രണ്ടാമത്തെ ഫങ്ഷൻ എന്താണ്? പ്രൊവൈഡിങ് ന്യൂട്രിയൻസ്. എന്ത് ചെയ്യുന്നു? പ്രൊവൈഡിങ് ന്യൂട്രിയൻസ്, പോഷകങ്ങൾ കണ്ണിന് നൽകുന്നു. ആൻഡ് എലിമിനേറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. കണ്ണകത്ത് പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ട് കണ്ണുനീര് പോവും. അപ്പോൾ എലിമിനേറ്റ് ചെയ്യുക, പുറന്തള്ളുക. എന്തിനെ? വേസ്റ്റ് മെറ്റീരിയൽസിനെ, വിസർജ്യ വസ്തുക്കളെ കണ്ണീരിലൂടെ പുറന്തള്ളുന്നു. അപ്പോൾ അവിടെ നമുക്ക് വേണേൽ പോയിൻ്റായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഒറ്റ പാരഗ്രാഫിൽ പഠിക്കാവുന്ന കാര്യമുള്ളൂ, ഒറ്റ വരിയായിട്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ടീയേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ കീപ്പിംഗ് ദ സർഫസ് ഓഫ് ദി ഐ മോയിസ്റ്റ്, പ്രൊവൈഡിങ് ന്യൂട്രിയൻസ്, എലിമിനേറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്. കണ്ണുനീർ കണ്ണിൻ്റെ ഉപരിതലത്തെ ഈർപ്പമുള്ളതാക്കുന്നു, പോഷകങ്ങൾ നൽകുന്നു, മാലിന്യങ്ങളെ പുറന്തള്ളുന്നു. ഇങ്ങനെ 3 പോയിൻ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. ഇനി നമുക്കറിയേണ്ട ഒരു സാധനമാണ് ലൈസോസൈം. ഇതുപോലെ സിമിലാരിറ്റി ഉള്ള വേറൊരു സാധനമുണ്ട്, ലൈസോസോം. അതൊരു സെൽ ഓർഗനല്ലയാണ്, പഠിച്ചിട്ടുണ്ട് പണ്ട്. കോശാംഗമാണ്, കോശത്തിനകത്തുള്ളൊരു സാധനമാണ് ലൈസോസോം. പക്ഷേ നമ്മുടെ കണ്ണുനീരിനകത്തും ഉമിനീരിനകത്തൊക്കെ ഉള്ള ഏതാ? ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. മറ്റേതൊരു കോശാംഗമാണ് ലൈസോസോം. ഇതേതാണ്? ലൈസോസൈമാണ്. അപ്പോൾ ഈ ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം എവിടെയുണ്ട്? നമ്മുടെ ഈ കണ്ണീരിനകത്തുണ്ട്. അപ്പോൾ ഈ ലൈസോസൈം എന്തിന് സഹായിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാതെ,
ഇൻഫെക്ഷൻ, അണുബാധയൊന്നും ഉണ്ടാകാതിരിക്കാൻ, അണുക്കളൊക്കെ കയറി കഴിഞ്ഞാൽ അതിനെ അങ്ങ് നശിപ്പിക്കാൻ ആര് സഹായിക്കാറുണ്ട്? ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം സഹായിക്കാറുണ്ട്. അപ്പം ഈ കണ്ണുനീരിനകത്തുള്ള ഒരു എൻസൈമാണ് ഏതെന്ന് പറയുന്നത്? ലൈസോസൈം. അപ്പം ലൈസോസൈം പ്രസൻറ്റ് ഇൻ ടിയേഴ്സ് ഹെൽപ്പ് ടു പ്രൊട്ടക്റ്റ് ഫ്രം ഇൻഫെക്ഷൻ. അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ലൈസോസൈം എന്ന എൻസൈം കണ്ണുനീരിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെയേഴ്സ് ഓഫ് ദി ഐ ആൻഡ് അസോസിയേറ്റഡ് പാർട്സ്. SSLC എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചിത്രവും അതിൻ്റെ ഭാഗങ്ങളുമാണ്. നമുക്ക് ആദ്യം കാണുമ്പം എന്തൊക്കെയോ അതിനകത്ത് കുറേ സാധനങ്ങൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വളരെ എളുപ്പമാണിത് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ആദ്യം പഠിക്കേണ്ടത് സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. കണ്ണിന് 3 പാളികളാണ് ഉള്ളത്. ലെയേഴ്സ് ഓഫ് ദി ഐ. ഒന്നാമത്തെ പാളിയുടെ പേരാണ് സ്ക്ലീറ. ആ ചിത്രത്തിൽ കണ്ടോ? ഏറ്റവും പുറത്തൂടെ ഒരു ലെയർ ഇങ്ങനെ പോയേക്കുന്നത്, ഒരു വെള്ളയായിട്ട് ഇങ്ങനെ പോയേക്കുന്നത്, ഒരു വൈറ്റ് കളറിൽ പോയേക്കുന്നത്. ആ വൈറ്റ് കളറിൽ പോയേക്കുന്ന മൊത്തത്തിൽ പോയേക്കുന്നുണ്ടോ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്ക്ലീറ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഫുള്ള് പോയേക്കുന്ന ആ ഒരു സാധനത്തെ വിളിക്കുന്ന പേരാണേത്? സ്ക്ലീറ, അഥവാ മലയാളത്തിൽ ദൃഢപടലം. അപ്പോൾ ഒന്നാമത്തെ പാളി ഏതാണ്? ദൃഢപടലം. ഇനി രണ്ടാമത്തെ പാളി അതിൻ്റെ തൊട്ട് അകത്തായിട്ടൊരു ചുവന്ന കളറിൽ, അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ നോക്കുമ്പോൾ ഒരു കാപ്പിപ്പൊടി കളർ പോലെയൊക്കെ ഇരിക്കുന്നു, പക്ഷേ അതൊരു എന്താണ്? റെഡ് കളറാണ്. കാര്യം എന്ന് വെച്ചാൽ അവിടെ റെഡ് കളർ എന്ന് വെച്ചാൽ അവിടെ എന്തോ ഉണ്ടായിട്ടാണ്? രക്തമുണ്ടായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ രണ്ടാമത്തെ പാളിയെ വിളിക്കുന്ന പേരാണ് കൊറോയിഡ്. എന്താണ് വിളിക്കുന്നത്? രക്തപടലം, കൊറോയിഡ്. അപ്പോൾ രണ്ടാമത്തെ പാളി ഏതാണ്? രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്. ഇനി ഏറ്റവും അകത്തൊരു പാളി കണ്ടോ? അതിനെ വിളിക്കുന്ന പേരാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. അപ്പോൾ കണ്ണിന് 3 പാളികളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് സ്ക്ലീറ, മൊത്തത്തിലുണ്ട് കണ്ടോ? സ്ക്ലീറ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പോയേക്കുകയാണ്. എന്നാൽ രക്തപടലം എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ? അതും ഏകദേശം മൊത്തമുണ്ട്. കൊറോയിഡ് രണ്ടാമത്തെ പാളി. പക്ഷേ മൂന്നാമത്തെ സാധനമായ റെറ്റിന, ദൃഷ്ടിപടലം, ഏത് കളറിലാണ് കൊടുത്തത്? ഒരു മഞ്ഞ കളറിൽ കൊടുത്തേക്കുന്നുണ്ടോ? മഞ്ഞയും പച്ചയായിട്ടൊക്കെ തോന്നാം, അല്ലേ? അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. പച്ച കളറൊന്നും അല്ല ഇതിന് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഏറ്റവും അകത്തെ പാളിയാണ് ഏത്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന. അപ്പോൾ ഈ 3 കാര്യം ആദ്യം വരച്ചങ്ങ് പഠിക്കണം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതായി ലെൻസും കാര്യങ്ങളൊക്കെ വരയ്ക്കാവും. ആദ്യം തന്നെ ഈ 3 നമ്മൾ വരച്ചങ്ങ് പഠിക്കണം. കണ്ണിന് എത്ര പാളിയുണ്ട്? 3 പാളികളാണുള്ളത്. ഒന്നാമത്തെ പാളി ഏതാ? സ്ക്ലീറ. അതിനെ എന്താ വിളിക്കുന്നത്? ദൃഢപടലം. രണ്ടാമത്തെ പാളി ഏതാണ്? രക്തപടലം അഥവാ കൊറോയിഡ്. മൂന്നാമത്തെ പാളി ഏതാണ്? ദൃഷ്ടിപടലം അഥവാ റെറ്റിന. റെറ്റിന ഒരുപാടില്ല കണ്ടോ? ഏകദേശം 3/4 ഭാഗം വരെ റെറ്റിന നിൽക്കുന്നുള്ളൂ. ദൃഷ്ടിപടലം അവന് ഫ്രണ്ടിലോട്ടൊന്നും വലിയ റോളില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓരോ പാളികളെക്കുറിച്ച് പഠിക്കാം. ആദ്യത്തെ തന്നെ ആയ സ്ക്ലീറ അഥവാ എന്താണ് അതിനെ വിളിക്കുന്നത്? ദൃഢപടലം. പേരിൽ തന്നെ ഉണ്ട്. മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൃഢപടലം, ദൃഢത നൽകുന്നു, ഫേംനെസ്, അല്ലേ? ഔട്ടർ ലെയറാണ്, ഏറ്റവും പുറത്തെ പാളിയാണ്. പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ഐ. നമ്മുടെ കണ്ണിന് ദൃഢത നൽകുകയും സംരക്ഷണം നൽകുകയുമാണ് ആരുടെ പണി? സ്ക്ലീറയുടെ പണി. ഓക്കെ, അപ്പോൾ സ്ക്ലീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഔട്ടർ ലെയറാണ്, ഏറ്റവും പുറത്തെ പാളിയാണ്. പ്രൊവൈഡ്സ് ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ഐ. കണ്ണിന് ദൃഢതയും സംരക്ഷണവും നൽകാൻ സഹായിക്കുന്നു. ഇനി രണ്ടാമത്തെ ഭാഗമാണ് കൊറോയിഡ്. രണ്ടാമത്തെ ഭാഗമാണിത് കൊറോയിഡ്. ഏത് ലെയറാണ്? രക്തപടലം എന്ന് പറയുന്നത് എവിടെയാണ്? മിഡിൽ ലെയറാണ്, മധ്യപാളിയാണ്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ചുവന്ന കളറിലൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രക്തമാണ് ഉള്ളത്. രക്തമാണുള്ളെങ്കിൽ രക്തത്തിൻ്റെ പണി എന്തുവാ? നമുക്കറിയാവുന്ന കാര്യം തന്നെ. എന്തുവാ? ആവശ്യമായ പോഷകങ്ങൾ കൊടുക്കുക, അല്ലേ? ആവശ്യമായ ന്യൂട്രിയൻസ്, ഓക്സിജനും കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ പണി? രക്തത്തിൻ്റെ പണി. അപ്പോൾ രക്തക്കുഴലുകളൊക്കെ തങ്ങി നിൽക്കുന്ന കൊറോയിഡ്, രക്തപടലം എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ പണി അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്. പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഇന്നർ ലെയർ ഓഫ് റെറ്റിന ആൻഡ് റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ. എന്തിനോട് സഹായിക്കാറുണ്ട്? നമ്മുടെ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാൻ കൂടി സഹായിക്കുന്നു. അപ്പോൾ
ആന്തരപാളിയായ ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജനും നൽകുന്നതിനോടൊപ്പം ഊഷ്മാവും ക്രമീകരിക്കുന്നു. അപ്പോൾ ഈ രക്തപടലം രക്തം കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യുന്നു? ഇനി ഏറ്റവും അടുത്തൊരു പാളിയുണ്ടല്ലോ, ഏതാ? നമ്മുടെ ദൃഷ്ടിപടലം. ദൃഷ്ടിപടലത്തിൽ എന്താ വിളിക്കുന്നത്? റെറ്റിന. അപ്പോൾ ഈ റെറ്റിനയ്ക്ക് എന്ത് കൊടുക്കുന്നു? ആവശ്യമായ പോഷകങ്ങൾ, ന്യൂട്രിയൻസ് കൊടുക്കുന്നു, ആവശ്യമായ ഓക്സിജൻ കൊടുക്കുന്നു. പിന്നെ അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാനും ആരാ സഹായിക്കുന്നത്? ഈ കൊറോയിഡാണ് സഹായിക്കുന്നത്. എളുപ്പമല്ലയോ? അപ്പോൾ ആദ്യത്തെ പാളി ഏതാ? സ്ക്ലീറ. രണ്ടാമത്തെ പാളി ഏതാ? കൊറോയിഡ്. മൂന്നാമത്തെ പാളി ഏതാ? റെറ്റിന. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം അഥവാ റെറ്റിന. അപ്പോൾ ഇനി സ്ക്ലീറയെക്കുറിച്ച് നമുക്കറിയാം. സ്ക്ലീറ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രത്യേകത? പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ഐ. കണ്ണിന് എന്ത് നൽകുന്നു? ദൃഢതയും അതുപോലെ തന്നെ സംരക്ഷണവും കൊടുക്കുന്നു. രണ്ടാമത്തെ ആളാരാ? കൊറോയിഡ്. ഞാൻ പറഞ്ഞു രക്തമാണ് അവിടെ, ഓർത്തോണം. മധ്യപാളിയാണ്, മിഡിൽ ലെയറാണ്. അപ്പോൾ അവിടെ രക്തമാണുള്ളത്. രക്തമാണെങ്കിൽ എന്താ പണി? ഇനി അകത്തൊരു പാളിയുണ്ടല്ലോ, അയാൾക്ക് ആവശ്യമായ എന്ത് കൊടുക്കുക? ഓക്സിജനും പോഷകങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ പണി. ആരുടെ പണി? കൊറോയിഡിൻ്റെ പണി. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്, പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഇന്നർ ലെയർ ഓഫ് റെറ്റിന. ആന്തരപാളിയായ നമ്മുടെ റെറ്റിനയ്ക്ക് അഥവാ നമ്മുടെ ദൃഷ്ടിപടലത്തിന് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ടെമ്പറേച്ചർ, ഊഷ്മാവ് ക്രമീകരിക്കാനും ഈ മധ്യപാളിയായ കൊറോയിഡ് സഹായിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കൊടുത്തേക്കുന്ന ആരെയാണ്? ഇനി നമ്മുടെ ഏറ്റവും അകത്ത പാളിയായ ഏത്? റെറ്റിന, ദൃഷ്ടിപടലം എന്ന് പറയുന്ന ഭാഗം അല്ലേ? അപ്പോൾ അവിടെ എന്താ ഉള്ളത്? കണ്ടെയ്ൻസ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്. അവിടെയാണ് പ്രകാശഗ്രാഹികളുള്ളത്. അവിടെയാണ് ചിത്രം രൂപപ്പെടുന്നത്. നമ്മളൊരാളെ കാണുമ്പം അയാളുടെ ചിത്രം, അത് തലകീഴായിട്ടുള്ള ചിത്രമൊക്കെയാണ്, ചെറിയ ചിത്രമാണ്, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. റിയലായിട്ടുള്ള ചിത്രമാണ്, അത് നമ്മൾ അങ്ങോട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ ഒന്നും അറിഞ്ഞിരിക്കേണ്ട എന്താ? കണ്ടെയ്ൻസ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്. ഇവിടെ ധാരാളമായിട്ട് ആരെ കാണുന്നു? പ്രകാശഗ്രാഹികളെ കാണുന്നു. ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത് അല്ലേ? നമ്മൾ മുകളിൽ പഠിച്ചില്ലയോ? ഫോട്ടോ റിസപ്റ്റേഴ്സ്. കണ്ണിനകത്ത് എന്തുകൊണ്ട്? പ്രകാശഗ്രാഹികളുണ്ടെന്നൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ ആ പ്രകാശഗ്രാഹികളൊക്കെ കണ്ണിലെവിടെയാണ്? ഏറ്റവും അകത്ത പാളിയായ റെറ്റിനയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടെയ്ൻസ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്, ദ ഇമേജ് ഈസ് ഫോംഡ്. ഇവിടെയാണ് എന്തുണ്ടാകുന്നത്? ഇമേജ് അഥവാ നമ്മുടെ പ്രതിബിംബം രൂപപ്പെടുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് ഈ സ്ക്ലീറയുടെ ഭാഗം ഏതൊക്കെയാണ്? കൊറോയിഡിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? അതുപോലെ തന്നെ റെറ്റിനയ്ക്കകത്ത് വരുന്ന ആരൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ സ്ക്ലീറയ്ക്കകത്ത് വരുന്നതാണ് കോർണിയ. സ്ക്ലീറയുടെ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കോർണിയ എന്ന് പറയുന്നത്. ചിത്രത്തിലേക്ക് നോക്കി, ശരിയല്ലേ? ആ സ്ക്ലീറ എന്ന് പറയുന്ന സാധനം കണ്ടോ? സ്ക്ലീറ എന്ന് പറയുന്ന സാധനം ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് അല്ലേ, നമ്മുടെ പ്യൂപ്പിളിൻ്റെയും ലെൻസിൻ്റെയൊക്കെ മുമ്പിൽ വന്ന സമയത്ത് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത്, ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളുടെ അല്ലെ നമ്മുടെ വീട്ടിലുള്ള ആളുടെ ഒരു കണ്ണിലോട്ട് നോക്കുക. അപ്പോൾ കണ്ണിൻ്റെ ആ കറുത്ത ഭാഗത്തിൻ്റെ നടുക്കായിട്ട്, കണ്ണിനകത്ത് വെള്ള കളറാണ്, ആ വെള്ളക്കകത്ത് ഒരു കറുപ്പ് കാണാം. അതിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? ഐറിസ് എന്ന് വിളിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? ഐറിസ്. കറുപ്പില്ലേ, കണ്ണാത്ത കറുപ്പാണ് ഐറിസ്. അതിനകത്തൊരു കുഞ്ഞ് റൗണ്ട് കണ്ടോ? കൃഷ്ണമണി എന്ന് വിളിക്കുന്ന സാധനം, അതാണ് ഏത്? പ്യൂപ്പിൾ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ പ്യൂപ്പിൾ എന്ന് പറഞ്ഞ ചിത്രത്തിൽ കൊടുത്തേക്കുന്ന കണ്ടോ? ഐറിസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന കണ്ടോ? ഐറിസ് അപ്പോൾ എന്തിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തേക്കുന്നത്? രക്തപടലത്തിൻ്റെ ഭാഗം അല്ലേ? കൊറോയിഡിൻ്റെ ഭാഗമല്ലേ? അപ്പം സ്ക്ലീറയുടെ ഭാഗം നമുക്ക് ഓരോന്നായിട്ട് പോകാം. ആദ്യത്തെ സ്ക്ലീറ അഥവാ നമ്മുടെ ദൃഢപടലത്തിൻ്റെ ഭാഗം ഏതാണ്? കോർണിയയാണ്. അപ്പോൾ ഈ കോർണിയ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫ്രണ്ട് ആൻറ്റീരിയർ പാർട്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ കണ്ണിനകത്തേക്ക് നോക്കുമ്പോൾ ആ കറുപ്പിനകത്ത്, അതായത് ഐറിസിനകത്ത് പ്യൂപ്പിൾ കാണാം, കൃഷ്ണമണി കാണാം. ആ കൃഷ്ണമണിയുടെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. നമ്മൾ കണ്ണിലോട്ട് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ, സൈഡിൽ കൂടെ ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ചെറിയ ഒരു ഉന്തലുണ്ട് കണ്ണിന്. കണ്ണിനകത്തൊരു ചെറിയ ഒരു ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? കോർണിയ എന്ന് വിളിക്കുന്നത്. ഈ കോർണിയ എന്ന വേർഡ് നമ്മൾ മേളിൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? ഓക്കെ, ഇനി ഞാൻ പറയുന്നില്ല. ആ കോർണിയയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കണ്ണിൻ്റെ എങ്ങനെയുള്ള സ്ഥലമായിരിക്കും?
മുൻഭാഗമായിരിക്കും, അല്ലേ? മുൻഭാഗമാണ്. അതെങ്ങനെ ആകണം? പ്രകാശത്തെ അകത്തേക്ക് കയറ്റി വിടണോ അതോ ബ്ലോക്ക് ചെയ്യണോ? കയറ്റി വിടണം, അല്ലേ? അപ്പോൾ എങ്ങനെ ആയിരിക്കണം? സുതാര്യമായിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ട്രാൻസ്പെറൻ്റ് എന്താണെന്നൊക്കെ അറിയാമല്ലോ നമുക്ക്. സുതാര്യം, അപ്പുറത്തേക്ക് പ്രകാശം പോകുന്നതിനെ സുതാര്യമെന്നും, ഇപ്പോൾ ഒരു തടി കഷ്ണമാണെങ്കിൽ അതിനെ നമുക്ക് സുതാര്യമെന്ന് വിളിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ അപ്പുറം ഇപ്പുറം നമുക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പം നമ്മുടെ മുഖത്ത് വെക്കുന്ന കണ്ണാടി, വളരെ സിമ്പിളായിട്ട് പറയാം, അത് നമുക്ക് അപ്പുറം ഇപ്പുറം കണ്ടുകൂടെ? കാണാമല്ലോ. അപ്പുറത്ത് നിൽക്കുന്ന ആളെയും കാണാം, അയാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണാടിയുടെ അകത്തോടെ നമ്മുടെ കണ്ണും കാണാം, ഇല്ലേ? അപ്പോൾ അതെന്താണ്? സുതാര്യമാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവനും സുതാര്യമാണ്. ആര്? കോർണിയ. കോർണിയ അപ്പോൾ എന്തിൻ്റെ ഭാഗമാണ്? സ്ക്ലീറയുടെ ഭാഗമാണ്, ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയ. ദ ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദി ഐ, സുതാര്യമായ കണ്ണിൻ്റെ മുൻഭാഗം. അപ്പോൾ ഇവൻ്റെ പണി എന്താണ്? പ്രകാശത്തെ അകത്തേക്ക് കടത്തിവിടുക, അത്രയേ ഉള്ളൂ പണി. അലോസ് ലൈറ്റ് ടു എൻ്റർ ദ ഐ. അപ്പോൾ അതങ്ങ് പഠിച്ചുകൊള്ളുക. എന്താണ് അതിൻ്റെ ക്യാരക്ടറെന്നും എന്താണ് അതിൻ്റെ ഫങ്ഷൻ, ധർമ്മമെന്നും പഠിച്ചുകൊള്ളുക. കണ്ണിൻ്റെ സുതാര്യമായ മുൻഭാഗം പ്രകാശത്തെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും അവിടെ ഒരു പച്ച കളറിലൊരു സാധനം കാണുന്നല്ലോ പ്യൂപ്പിളിൻ്റെ മുമ്പിലായിട്ട്. കണ്ടോ? ഒരു പച്ച കളറിൽ ഒരു കൂണിൻ്റെ കണക്കൊരു സാധനം കാണുന്നുണ്ടോ? ആ നീല കളറിൽ കൊടുത്തേക്കുന്നത് ലെൻസാണ്. ആ പച്ച കളറിൽ കൊടുത്തേക്കുന്ന സാധനം യഥാർത്ഥത്തിൽ ഒരു ദ്രാവകമാണ്. നമ്മളത് പഠിക്കും കേട്ടോ. അക്വസ് ഹ്യൂമർ, അക്വസ് ദ്രവം എന്ന് പറയുന്ന ഒരു ദ്രാവകമാണ്. അവിടെ അതിനകത്തേക്ക് ഉൾവശത്തിലേക്ക് ലെൻസ് കഴിഞ്ഞിട്ട് അകത്തേക്ക് കൊടുത്തേക്കുന്നുണ്ട് ഒരു എന്താ പറയുന്ന ഒരു പിങ്ക് കളറ്, അല്ലേ? അപ്പോൾ ആ കളറിൽ കൊടുത്തേക്കുന്നത് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ദ്രാവകമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം പഠിക്കാവുന്ന കാര്യങ്ങളുണ്ട്. വിട്രിയസ് അറ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ? അക്വസ് അറ, വിട്രിയസ് അറ. അപ്പോൾ അതിനകത്തുള്ള ദ്രാവകമാണ് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ പാളിയാണ് കൊറോയിഡ് അഥവാ രക്തപടലം. അപ്പം രക്തപടലത്തിൻ്റെ ഭാഗങ്ങളാണ് സിലിയറി പേശികൾ, ഐറിസ്, കോൺവെക്സ് ലെൻസ്. നമ്മുടെ കണ്ണിനകത്തിരിക്കുന്ന എങ്ങനെയുള്ള ലെൻസാണ്? വെറുതെ ലെൻസ് എന്ന് പഠിക്കരുത്, കോൺവെക്സ് ലെൻസാണ്, അല്ലേ? പുറത്തേക്കൊരു ഉന്തി നിൽക്കുന്ന ലെൻസ് അല്ല, അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ലെൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? കോൺവെക്സ് ലെൻസ്. അപ്പം രക്തപടലം അഥവാ നമ്മുടെ കൊറോയിഡിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിലിയറി മസിൽ, സിലിയറി പേശികൾ, ഐറിസ്. ഏതാണ്? ഐറിസ്. നമ്മുടെ കണ്ണത്തെ കറുപ്പ്, ആ കറുത്ത വലിയ സാധനമല്ലേ? ഈ പൂച്ചക്കണ്ണൊക്കെ ഉള്ളവർക്ക് കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രത്യേകത എന്താ? ഐറിസ് എന്തൊരു കളറിലായിരിക്കുന്നത്? കറുത്തായിരിക്കുന്നത്. പക്ഷേ ഇവരിലൊക്കെ കറുപ്പ് അത്രയും കാണത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉള്ളത് നമ്മുടെ സ്കിന്നിന് കളർ കൂടുകയും കുറയുകയും ചെയ്യുന്ന എന്തിൻ്റെ പ്രസൻസിലാണ്? മെലാനിൻ്റെയാണ്. അപ്പോൾ ഈ മെലാനിൻ തന്നെയാണ് ഈ കണ്ണിനും കറുപ്പ് നിറം കൊടുക്കുന്നത്. അപ്പോൾ ഈ മെലാനിൻ്റെ അളവ് കുറയുമ്പം എന്ത് ചെയ്യും? കറുപ്പ് നിറം കുറയും. മെലാനിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? കണ്ണകത്ത് കറുപ്പ് കൂടും. അതാണ് സംഭവം കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഐറിസിന് നിറം കൊടുക്കുന്നത് ആരാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ആരാണ്? മെലാനിനാണ് കേട്ടോ, മെലാനിൻ. അപ്പോൾ പിന്നെ ഉള്ളത് ഏതാ? കോൺവെക്സ് ലെൻസ്. അപ്പോൾ പഠിച്ചോളുക. കൊറോയിഡിൻ്റെ ഭാഗങ്ങളാണ് സിലിയറി മസിൽ, സിലിയറി പേശികൾ, ഐറിസ്, അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ്. ഇനി ഓരോന്നിനെക്കുറിച്ചും പഠിക്കണം. സിലിയറി മസിലിന് വലിയ പണിയൊന്നുമില്ല. കണ്ടോ? ആ ലെൻസിനെ ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുക. കണ്ടോ? ലെൻസിനെ ഇങ്ങനെ നിർത്തിയേക്കുന്നത് അവനാണ്. അവൻ എന്തോ ഒരു വല എറിഞ്ഞിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒരു വല എറിഞ്ഞ് ലെൻസിനെ പിടിച്ച് നിർത്തിയേക്കുക. കണ്ടോ? ആ വല യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? ലിഗമെൻസാ, സ്നായുക്കൾ എന്ന് പറയും. എന്താണ് പേര്? ലിഗമെൻസ് അല്ലെങ്കിൽ സ്നായുക്കൾ. അത് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇവിടെ പടത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. കണ്ടോ? ഒരു ചെറിയ ചെറിയ നൂല് പോലൊരു സാധനം സിലിയറി മസിലിനും ആ ലെൻസിൻ്റെയും ഇടയ്ക്ക് കണ്ടോ? മുകളിലും താഴെയായിട്ട് ഒരു വെള്ള കളറിനകത്ത് കുറേ നൂലുകൾ പോലെ കാണുന്നത്. അവൻ്റെ പേരാണ് എന്തെന്ന്? ലിഗമെൻസ് അല്ലെങ്കിൽ സ്നായുക്കൾ. താഴോട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ഈ ലെൻസിൻ്റെ കർവേച്ചർ എങ്ങനെയാണ് അവർ ക്രമീകരിക്കുന്നതെന്ന് പഠിക്കുന്ന സമയത്ത് അത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഇവിടെ അത് നമ്മൾ പഠിച്ച് കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഈ സിലിയറി മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പണി? ഞാനിപ്പോൾ പറഞ്ഞു, അഡ്ജസ്റ്റ് ദ കർവേച്ചർ ഓഫ് ദി ലെൻസ്. ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുക. ലെൻസിൻ്റെ വക്രത അഥവാ കർവേച്ചർ ക്രമീകരിക്കുക എന്നുള്ളതാണ് ആരുടെ പണി? സിലിയറി മസിലിൻ്റെ പണി. ഓക്കെ. അപ്പോൾ സിലിയറി മസിൽ എന്തിൻ്റെ ഭാഗമാണ്? സ്ക്ലീറയുടെ ആണോ, കൊറോയിഡിൻ്റെ ആണോ, റെറ്റിനയുടെ ആണോ? കൊറോയിഡിൻ്റെ ആണല്ലേ, രക്തപടലത്തിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് ഐറിസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, അല്ലേ? ഐറിസും എന്തിൻ്റെ ഭാഗമാണ്? കൊറോയിഡിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഐറിസ്
ടു ടൈപ്പ് ഓഫ് മസിൽ ഇൻ ദ ഐറിസ്. എന്താണ്? ഐറിസിനകത്ത് എത്ര തരത്തിലുള്ള പേശികളുണ്ട്? 2 തരത്തിലുള്ള പേശികളുണ്ട്. അപ്പോൾ കണ്ണിനകത്ത് എത്ര പേശികളുണ്ട്? 2 തരം പേശികളുണ്ട്. അപ്പോൾ പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് ഐറിസിലെ 2 തരം പേശികൾ, എത്ര തരം മസിലാ? 2 തരം മസിൽ പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നു. നമ്മുടെ കൃഷ്ണമണി വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മങ്ങിയ പ്രകാശത്തിൽ നമ്മുടെ കണ്ണിൻ്റെ പ്യൂപ്പിൾ വലുതായിട്ടിരിക്കും. പക്ഷേ തീവ്രമായ പ്രകാശത്തിൽ പോയി നിന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്യൂപ്പിൾ എന്തായിരിക്കും? ചെറുതായിട്ടിരിക്കും. കൃഷ്ണമണി ഏതാ? ഈ കറുപ്പിനകത്തുള്ള ഒരു സുഷിരം, നമുക്കതിനെയാണ് നമ്മൾ കൃഷ്ണമണി പ്യൂപ്പിൾ എന്നൊക്കെ വിളിക്കുന്നത്. ഒരു ചെറിയ സാധനം ഇരിപ്പുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. അപ്പം അത് തീവ്രമായ പ്രകാശമുണ്ടല്ലോ, ഇൻറ്റൻസ് ലൈറ്റ്, ആ ഇൻറ്റൻസ് ലൈറ്റിൽ ഇവനങ്ങ് ചെറുതാവും. എന്താ കാര്യം? തീവ്രമായ പ്രകാശത്തിൽ ഇവൻ തുറന്നിരുന്ന് കഴിഞ്ഞാൽ പ്രകാശം അധികമായിട്ട് അകത്തേക്ക് കയറും. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അകത്ത് ഡാമേജൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളാവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം പ്രകാശം അകത്തോട്ട് കയറിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആരാ? ഈ കൃഷ്ണമണി അങ്ങ് ചെറുതാകും. പക്ഷേ മങ്ങിയ പ്രകാശമാണ്, വെട്ടം കുറവാണ്, നമുക്ക് കാണണ്ടേ? കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കണ്ണ് തുറന്ന് നോക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ? കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺപോള തുറക്കുന്നതിനെ അല്ല കണ്ണ് തുറക്കുക എന്ന് പറയുന്നത്, ഈ പ്യൂപ്പിൾ തുറക്കുന്നതിന് യഥാർത്ഥത്തിൽ ഈ കൃഷ്ണമണി ഇല്ലേ, ഈ കൃഷ്ണമണി തുറക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ കണ്ണ് തുറന്ന് നോക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ. നമുക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, അതൊക്കെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ണിനകത്ത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഐറിസിനകത്ത് 2 തരം പേശികളുണ്ട്. അപ്പം സർക്കുലാർ മസിൽ, റേഡിയൽ മസിൽ എന്നാണ് അവരുടെ പേര്, അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവരാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത്, കൃഷ്ണമണിയുടെ വലിപ്പം ക്രമീകരിക്കുന്നത്. പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു, ആവശ്യമുള്ളത് മാത്രം അകത്തേക്ക് കയറ്റി വിടുന്നു. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ കാര്യമാണ്, മെലാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഐറിസിന് ഈ നിറം കൊടുക്കുന്ന പിഗ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെലാനിനാണ്. ഓക്കെ. ഇനി അത് മാത്രമല്ല ഈ മെലാനിൻ്റെ പണി, അൾട്രാവയലറ്റ് കിരണങ്ങളെ അങ്ങ് ആഗിരണം ചെയ്യും. എന്ത് ചെയ്യും? അൾട്രാവയലറ്റ് റേസിനെ അങ്ങ് അബ്സോർബ് ചെയ്യുക കൂടി ആര് ചെയ്യുന്നുണ്ട്? മെലാനിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പഠിക്കാം. എന്താണ്? 2 types of muscle in the iris regulate the size of the pupil depending on the intensity of light. പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് പ്യൂപ്പിളിൻ്റെ സൈസ് നിയന്ത്രിക്കുന്നത് ഈ ഐറിസിനകത്തുള്ള 2 തരം പേശികളാണ്. ഐറിസ് കണ്ടെയ്ൻ ദ പിഗ്മെൻറ്റ് കാൾഡ് മെലാനിൻ. ഐറിസിനകത്ത് എന്തുകൊണ്ട്? ഒരു വർണ്ണവസ്തുവുണ്ട്. എന്താ അതിൻ്റെ പേര്? മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവുണ്ട്. ഈ മെലാനിൻ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണിൻ്റെ ഐറിസിന് കളറ് കൊടുക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ അബ്സോർബ് അൾട്രാവയലറ്റ് കിരണങ്ങളെ അബ്സോർബ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചേക്കുക. ഈ അൾട്രാവയലറ്റ് റേയെ ആഗിരണം ചെയ്ത് ഈ ചെറുക്കൻ അങ്ങ് കറുത്ത് പോയെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രകാശത്തിൻ്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ണിനകത്ത് പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുന്നതിലൊരു വലിയ സ്ഥാനം ആർക്കുണ്ട്? ഈ ഐറിസിനും പ്യൂപ്പിളിനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പ്യൂപ്പിൾ എന്നും പറഞ്ഞ് കൊടുത്തിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? പ്യൂപ്പിൾ യഥാർത്ഥത്തിൽ ഒരു വസ്തു ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സാധനമൊന്നുമല്ല. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അപ്പർച്ചറാണ്, എന്ന് വെച്ചാൽ എന്താ, ഒരു സുഷിരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പറയാത്തത് പ്യൂപ്പിൾ അല്ലേ, പറഞ്ഞിട്ടില്ലല്ലോ പ്യൂപ്പിൾ. ഓക്കെ. ഇനി അടുത്ത കൊടുത്തേക്കുന്ന ഏതാ? ചിത്രത്തിൽ നോക്കി ആ നീല കളറിൽ കൊടുത്തേക്കുന്ന കണ്ടോ, അവൻ്റെ പേരാണ് എന്ത്? കോൺവെക്സ് ലെൻസ്. ലെൻസ് എന്തൊരു ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ് അല്ലേ. ഫോംസ് എ സ്മാൾ, ചെറിയ, റിയൽ, യഥാർത്ഥ, ഇൻവേർട്ടഡ് ഇമേജ്, തലകീഴായ ചിത്രം ഓഫ് ദി ഒബ്ജക്റ്റ് ഓൺ ദി റെറ്റിന. ഏതാണ്? നമ്മൾ കാണുന്ന ആളുടെ എങ്ങനെ തലകീഴായ ചെറുതായ, അതായത് രൂപത്തിൽ ചെറുതായ, തലകീഴായ, റിയലായിട്ടുള്ള, അതായത് യഥാർത്ഥ രൂപമൊക്കെയാണ്. ഏതാ? ഒരു മനുഷ്യനെ കണ്ടാൽ മനുഷ്യൻ തന്നെയാണ്, പക്ഷേ എങ്ങനെ ഇരിക്കും? ലെൻസിനകത്ത് തട്ടിയിട്ട് റെറ്റിനെ ചെന്ന് പതിയുന്ന സമയത്ത് തലകീഴായിട്ട് നിൽക്കും. മാത്രമല്ല ചെറിയ ഇമേജുമായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ കാണുന്ന വസ്തുവിൻ്റെ ചെറുതും യഥാർത്ഥവും തലകീഴായി നിൽക്കുന്നതുമായ ഒരു പ്രതിബിംബത്തെ എവിടെ രൂപപ്പെടുത്തുന്നു? റെറ്റിനയ്ക്കകത്ത് രൂപപ്പെടുത്തുന്നത് ആരുടെ പണിയാണ്? കോൺവെക്സ് ലെൻസിൻ്റെ പണിയാണ്. ഓക്കെ. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ കൂടി പ്രകാശം, അതായത് നമ്മുടെ വസ്തുവിൻ്റെ രൂപം എവിടെ പതിക്കും? അകത്ത പാളിയാണ് ഏത്?
നമ്മൾ പഠിച്ചതാ. ഏതാ? റെറ്റിന. ആ റെറ്റിനയിൽ ഏതാ? ദൃഷ്ടിപടലം. ദൃഷ്ടി അവിടെയാണ്. അപ്പോൾ അവിടെ പതിക്കുന്ന സമയത്ത് ലെൻസിൽ കൂടെ കയറി ചെല്ലുമ്പോൾ അത് എങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. വസ്തുവിൻ്റെ എങ്ങനെയായിരിക്കും? സ്മോൾ എന്ന് വെച്ചാൽ എന്താണ്? ചെറുതായിരിക്കും. ഫോം എ സ്മോൾ ആൻഡ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ഓൺ ദി റെറ്റിന. റെറ്റിനയ്ക്കകത്ത് പതിക്കുന്ന ചിത്രം ലെൻസ് വഴി വരുമ്പോൾ എങ്ങനെയായിരിക്കും? റിയൽ ആയിരിക്കും. ഒരു മനുഷ്യനെ കാണുമ്പോൾ അതൊരു ആനയായിട്ട് തോന്നത്തൊന്നുമില്ല. അത് തന്നെയാണ്, മനുഷ്യനായിട്ട് തന്നെ. പക്ഷേ എങ്ങനെ നിൽക്കും? തലകീഴായിട്ട് നിൽക്കും. അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയായിരിക്കും? സൈസിലും ചെറുതായിരിക്കും. പിന്നീടാണ് ഇത് നമ്മുടെ ബ്രെയിൻ എല്ലാം കൂടെ അതിനെ ഒന്ന് പാകപ്പെടുത്തി അതിൻ്റെ കറക്റ്റ് രൂപവും ഭാവവും ഒക്കെ നമുക്ക് തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞു. കൊറോയിഡിൻ്റെ 3 ഭാഗങ്ങളും അതിൻ്റെ പ്രത്യേകതകളും കഴിഞ്ഞു. എളുപ്പമല്ലേ പഠിക്കാൻ? അതെ. ശരി, ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് ഈ 2 ടൈപ്പ് ഓഫ് മസിൽ, 2 തരത്തിലുള്ള പേശികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഐറിസിലാണോ കോർണിയയിലാണോ? ഐറിസിലാണല്ലേ. അവൻ്റെ പണി എന്താണ്? അവൻ എന്താണ് ചെയ്യുന്നത്? റെഗുലേറ്റ് ദ സൈസ് ഓഫ് ദി പ്യൂപ്പിൾ അല്ലേ. പ്യൂപ്പിളിൻ്റെ, അതായത് നമ്മുടെ കൃഷ്ണമണിയുടെ സൈസ് വലുതാകാനും ചെറുതാകാനും ഒക്കെ അയാൾ സഹായിക്കാറ് ഉണ്ട്. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, അഡ്ജസ്റ്റ് ദ കർവേച്ചർ ഓഫ് ദി ലെൻസ്, ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത് ഏത് മസിലാണ്? അത് വേറൊരാളാണ്. സിലിയറി മസിലാണ്. ആരാണ്? സിലിയറി മസിലാണ് അല്ലേ. ഐറിസിനകത്തുള്ള 2 തരത്തിലുള്ള മസിലുകളാണുള്ളത്. ഒന്ന് റേഡിയൽ മസിലും ഒന്ന് സർക്കുലാർ മസിലും. ഓക്കെ, അത് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കുള്ളത് ഏറ്റവും ലാസ്റ്റ് സാധനം ഏതാണ്? റെറ്റിന. റെറ്റിനയ്ക്കകത്ത് നോക്കിയ ചിത്രത്തിലൊന്ന് നോക്കി. ചിത്രത്തിനകത്ത് ഏത് കളറിൽ കൊടുത്തേക്കുന്ന റെറ്റിന? മഞ്ഞ കളറിൽ കൊടുത്തേക്കുന്ന അല്ലേ. നോക്കേ, ആ മുൻവശം മൊത്തവും കഴിഞ്ഞു. നമ്മൾ വലിയ സംഭവം എന്ന് പറഞ്ഞ് വെച്ചിരുന്ന ആ ഒരു കുറേ ഭാഗങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തു? തീർന്നു അല്ലേ. എളുപ്പമല്ലേ പഠിക്കാൻ? അതെ. ഈ പടം വരച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ബോർഡിൽ വരച്ച് പഠിപ്പിക്കാം കേട്ടോ. എനിക്ക് കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ ദൃഷ്ടിപടലം അഥവാ റെറ്റിനയ്ക്കകത്ത് 3 ലെയറുകളാണ് ഉള്ളത്. 3 പാളികളാണ് ഉള്ളത്. എന്തിൻ്റെയൊക്കെ പാളികളാണെന്നറിയാമോ? ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ ഒരു ലെയർ, പിന്നെ ബൈപോളാർ കോശത്തിൻ്റെ ഒരു ലെയർ, അതുപോലെ തന്നെ ഗാംഗ്ലിയോൺ കോശങ്ങളുടെ ഒരു ലെയർ. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? റെറ്റിനയ്ക്കകത്തുള്ളത് 3 ലെയറുകളാണ്, 3 പാളികളാണ്. എന്തിൻ്റെയൊക്കെ ഉണ്ട്? ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ ഉണ്ട്, ബൈപോളാർ സെല്ലിൻ്റെ ഉണ്ട്, ഗാംഗ്ലിയോൺ സെല്ലിൻ്റെ ഉണ്ട്. എന്തിൻ്റെയൊക്കെ പാളികളാണ് ഉള്ളത്? പ്രകാശഗ്രാഹികളുടെ ഒരു പാളി, ബൈപോളാർ കോശങ്ങളുടെ ഒരു പാളി, ഗാംഗ്ലിയോൺ കോശങ്ങളുടെ ഒരു പാളി. അപ്പോൾ ഇവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെ, ലെയർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹികളുടെ ഒരു പാളി. ഈ പ്രകാശഗ്രാഹികൾ എന്ന് പറയുന്നത് 2 തരം കോശങ്ങളാണ്. റോഡ് സെല്ലും കോൺ സെല്ലും. എന്തൊരു സെല്ലാണ്? റോഡ് സെല്ലും കോൺ സെല്ലും. ഈ റോഡിൻ്റെ കളർ എന്തുവാ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലയോ? ഹൈവേയുടെ കളർ എന്തുവാ? ബ്ലാക്ക് കളറാണ്. അതിനകത്ത് വൈറ്റ് ലൈനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നറിയാവോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ സഹായിക്കും. ഏതാ? നിഴലുകളെയും അതുപോലെ നിഴലുകളെയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാൻ സഹായിക്കും. അതുപോലെ തന്നെ മങ്ങിയ പ്രകാശത്തിൽ, ഡിം ലൈറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. ഇപ്പോൾ ദൂരെ രാത്രി നമ്മൾ നിൽക്കുക, അപ്പോൾ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി നിന്നപ്പോൾ നമ്മുടെ ജംഗ്ഷനിൽ ഒരാൾ നിൽക്കുന്നു. അപ്പോൾ അയാൾ ഇട്ടേക്കുന്ന ഉടുപ്പിൻ്റെ കളറോ അല്ലെങ്കിൽ അയാളുടെ നിറവോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ എന്ത് അറിയാൻ പറ്റും? അവിടെ ഒരാൾ നിൽപ്പുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനെ സഹായിക്കുന്ന ആരാണ്? ഈ റോഡ് സെല്ലാണ്. അപ്പോൾ ഈ റോഡ് സെൽ എന്തിനു സഹായിക്കും? ഡിം ലൈറ്റിലൊക്കെ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കും. ആൻഡ് ഇൻ ഷെയ്ഡ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നിഴലുകളെയൊക്കെ ഏത് രൂപത്തിൽ? ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ കാണാനും ആരാ സഹായിക്കുന്നത്? റോഡ് സെല്ലാണ് സഹായിക്കുന്നത്. ഇനി അടുത്ത കോൺ സെല്ല്. നമ്മൾ ബർത്ത്ഡേക്കൊക്കെ തലയിൽ മറ്റേ കോൺ വെക്കത്തില്ലേ? നിങ്ങളതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, നമ്മളോടൊക്കെ കോണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ കോണിന് ഒരു കളറാണോ? അല്ല, പല പല കളറുള്ള സാധനമാണ് നമ്മളിത് ബർത്ത്ഡേക്കൊക്കെ തലയിൽ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കുക, ഈ കോൺ സെല്ലെന്ന് പറയുന്ന സാധനം കളറിനെ തിരിച്ചറിയാൻ സഹായിക്കും. എന്തിനു സഹായിക്കും? കളറിനെ തിരിച്ചറിയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓർത്ത് വെച്ചേക്കുക, ഡിം ലൈറ്റിൽ കാണാൻ റോഡ് സെല്ലല്ലേ സഹായിക്കുന്നത്. അപ്പം ഇൻറ്റൻസ് ലൈറ്റ്, തീവ്രമായ പ്രകാശത്തിൽ കാണാൻ ആരാ സഹായിക്കുന്നത്? കോൺ സെല്ലാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. കോൺ സെല്ലിൻ്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ എന്താ? കളറിനെ തിരിച്ചറിയുക, ഇൻറ്റൻസ് ലൈറ്റിൽ കാണാൻ സഹായിക്കുക. ഓക്കെ, ഇനി നമുക്ക് പുസ്തകത്തിൽ കിടക്കുന്ന കാര്യം നോക്കാം. ദ ഫോട്ടോ റിസപ്റ്റർ സെൽ കാൾഡ് റോഡ് സെൽസ്. ഫോട്ടോ റിസപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശങ്ങൾ, റെക്കഗ്നൈസ് ഒബ്ജക്റ്റ്, എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റിനെ തിരിച്ചറിയുന്നുണ്ട്. എവിടെ? ഇൻ ബോത്ത് ഡിം ലൈറ്റ്
ഏത് സമയത്താണ്? മങ്ങിയ പ്രകാശത്തിലും ആൻഡ് ഇൻ ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മങ്ങിയ പ്രകാശം അഥവാ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയുന്നു. പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് കോശങ്ങൾ വസ്തുക്കളെ ഇരുണ്ട വെളിച്ചത്തിലും കറുപ്പിലും വെളുപ്പിലും തിരിച്ചറിയുന്നു. ഇനി അടുത്ത ദ കോൺ സെൽസ് പ്രൊവൈഡ് വിഷൻ ഇൻ ഇൻറ്റൻസ് ലൈറ്റ്. എന്താ ചെയ്യുന്നത്? തീവ്രമായ പ്രകാശത്തിൽ എന്ത് ഒഴുകുന്നു? കാഴ്ച എന്ന അനുഭവം നൽകുന്നു. അതുപോലെ തന്നെ ആൾസോ ഹെൽപ്പ് ഇൻ റെക്കഗ്നൈസിങ് കളേഴ്സ്, കളറിനെ തിരിച്ചറിയാനും സഹായിക്കുന്നു. കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിലെ കാഴ്ചയും വർണ്ണക്കാഴ്ചയും നൽകുന്നു. ക്ലിയർ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പം എന്ത് മനസ്സിലായി? ഒരു ലെയർ മനസ്സിലായല്ലോ. ഒന്നാമത്തെ ലെയർ ഏതായിരുന്നു? ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ ഒരു പാളി. അപ്പോൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? റോഡ് സെല്ലും കോൺ സെല്ലും. ചോദിച്ചോട്ടെ, നമ്മുടെ ഡിം ലൈറ്റിൽ ഇരുണ്ട വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്ന റോഡാണോ കോണാണോ? റോഡ് സെല്ലാണല്ലേ. എന്നാൽ നമ്മുടെ കളറിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നതോ കോൺ സെല്ലാണ്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാൻ സഹായിക്കുന്നതോ റോഡ് സെല്ലാണ്. ഇനി രണ്ടാമത്തെ പാളി, ഏതിൻ്റെ രണ്ടാമത്തെ പാളിയാ? റെറ്റിനയുടെ അല്ലേ, ദൃഷ്ടിപടലത്തിൻ്റെ രണ്ടാമത്തെ പാളി, കണ്ണിൻ്റെ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പറയാതല്ലേ, അതൊക്കെ നമുക്ക് അറിയാമെന്നേ. ഓക്കെ, അപ്പോൾ അടുത്ത ഏതാണ്? ബൈപോളാർ കോശപാളി. ഏതാണ്? ബൈപോളാർ കോശപാളി അല്ലെങ്കിൽ ബൈപോളാർ സെൽ ലെയർ അല്ലേ. പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങളെ കൈമാറുന്നു. അതങ്ങനെ തന്നെ അങ്ങ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഈ പ്രകാശഗ്രാഹികളുണ്ടല്ലോ, ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആരൊക്കെയാ? റോഡ് സെല്ലും കോൺ സെല്ലും. അവിടെ നിന്ന് എങ്ങോട്ട്? ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക്. എങ്ങോട്ടാ? ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക്. നമ്മുടെ നമ്മുടെ റെറ്റിനയുടെ ചിത്രം താഴോട്ട് ഒന്നുകൂടെ, റെറ്റിനയുടെ ഒരു ക്രോസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ, റെറ്റിനയുടെ ഛേദം, അതിനകത്ത് കൊടുത്തേക്കുന്നുണ്ടോ? ഗാംഗ്ലിയോൺ കോശപാളി, ബൈപോളാർ കോശപാളി, ഏതാ? പ്രകാശഗ്രാഹികളുടെ പാളി എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ? അതിനകത്ത് റോഡ്സ് കോൺസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ്. റോഡ്സ് കോൺസ് എന്ന് പറഞ്ഞാൽ റോഡ് സെല്ലും കോൺ സെല്ലും കേട്ടോ, വേറെ ഒന്നും അല്ല കേട്ടോ. അത് ഒരു ഫ്രീക്ക് പേര് പോലെ കേൾക്കുന്നല്ലേ അതിനകത്ത് നോക്കുമ്പോൾ. ഓക്കെ, ആ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ നിന്നും ഇമ്പൾസിനെ, ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നു? കണ്ടോ, അകത്തോട്ട് കൊണ്ടുപോയ കണ്ടോ ആ ഭാഗം കണ്ടോ, എങ്ങോട്ട് കൊണ്ടുപോവുക? ഗാംഗ്ലിയോൺ സെല്ലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതങ്ങ് പഠിക്കും. അപ്പോൾ പ്രകാശഗ്രാഹികളിൽ നിന്ന്, അതായത് റോഡ് സെല്ലിൽ നിന്നും കോൺ സെല്ലിൽ നിന്നും സന്ദേശങ്ങളെ, ഇമ്പൾസിനെ അല്ലെങ്കിൽ ആവേഗങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ലാസ്റ്റ് ഏതാണ്? ഗാംഗ്ലിയോൺ ആണ്. ഗാംഗ്ലിയോൺ സെൽ ലെയർ ആണ്. ട്രാൻസ്മിറ്റ്സ് ഇമ്പൾസ് ഫ്രം ബൈപോളാർ സെൽസ് ടു ദ ഒപ്റ്റിക് നെർവ്. പടത്തിൽ കണ്ടോ? ഒപ്റ്റിക് നെർവ്, നേത്രനാഡി. നാഡി ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ നേത്രനാഡി എന്ന് പറയുന്ന സാധനം എങ്ങോട്ട് പോകുന്നതായിരിക്കും? ബ്രെയിനിലോട്ട് പോകുന്നതായിരിക്കും അല്ലേ. അപ്പോൾ കണ്ണിനകത്ത് സാധനമൊക്കെ കിട്ടി, ഇമ്പൾസൊക്കെ ആയി. ഇനി ഇമ്പൾസ് എവിടെ ചെല്ലണം? ബ്രെയിനിൽ ചെല്ലണം. എന്നാലല്ലേ തിരിച്ചറിയാൻ പറ്റൂ. തിരിച്ചറിയണ്ടേ? ഓക്കെ, ആ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്ന എന്ത് വഴിയാണ്? ഈ ഒപ്റ്റിക് നെർവ് വഴിയാണ്, നേത്രനാഡി വഴിയാണ്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. നേത്രനാഡിയിലേക്ക് ബൈപോളാർ കോശപാളിയിൽ നിന്ന് സന്ദേശങ്ങളെ കൈമാറുന്നു. എന്തിലേക്കാണ്? നേത്രനാഡിയിലേക്ക്, ഒപ്റ്റിക് നെർവിലേക്ക്. ബൈപോളാർ കോശപാളിയിൽ നിന്ന്, ഏതാണ്? നമ്മുടെ ബൈപോളാർ സെൽ ലെയറിൽ നിന്ന് സന്ദേശങ്ങളെ, ഇമ്പൾസിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, കൈമാറുന്നു. അങ്ങനെ കൈമാറുന്ന എന്തിനു വേണ്ടിയാ? ബ്രെയിനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അതിൽ നമ്മൾ പറയാത്ത രണ്ട് കാര്യങ്ങളെ ആ ചിത്രത്തിനകത്തുള്ളൂ. അത് ആ വരയ്ക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചോളുക. ഒരു ചെറിയ ആരോ ഒക്കെ ഇട്ട് വരച്ചേക്കുന്നുണ്ടോ? പീതബന്ധു, മാക്കുല. ഏതാണ്? പീതബന്ധു, മാക്കുല എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് കണ്ടോ? ഏതാണ്? യെല്ലോ സ്പോട്ട്. അവിടെയാണ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി വരുന്നത്. ഓക്കെ, പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ടോ? ബ്ലൈൻഡ് സ്പോട്ട് പേരുണ്ട്, അന്ധബിന്ദു. അവിടെ കാഴ്ചയൊന്നുമില്ല, അവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഒന്നുമില്ല, അവിടെ എന്തില്ല? കാഴ്ചയൊന്നുമില്ല. കാഴ്ച മൊത്തം യെല്ലോ സ്പോട്ടിലാണ്, കാഴ്ചയൊന്നുമില്ല ബ്ലൈൻഡ് സ്പോട്ടിൽ. ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വെച്ചാൽ അവിടുന്ന് ഒപ്റ്റിക് നെർവ് ബിഗിൻസ്, ഒപ്റ്റിക് നെർവ് ആരംഭിക്കുന്നു. ബ്ലൈൻഡ് സ്പോട്ടിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഒപ്റ്റിക് നെർവ് ബിഗിൻസ്, ഒപ്റ്റിക് നെർവ് ആരംഭിക്കുന്നു. അപ്പോൾ പടത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ആയില്ലയോ? നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലയോ? എളുപ്പമല്ലയോ? ഓക്കെ, ഇനി അവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ദ ബൈപോളാർ സെൽ ലെയർ കൺസിസ്റ്റ് ഓഫ് 2 ടൈപ്പ് ഓഫ് സെൽസ്. ഈ ബൈപോളാർ സെൽ ലെയറിനകത്ത് എത്രയാണ്? 2 തരം കോശങ്ങളുണ്ട്. ഒന്നുമില്ല, ഓൺ ബൈപോളാർ സെല്ലും ഓഫ് ബൈപോളാർ സെല്ലും അല്ലേ, പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല.
ഓക്കെ. അപ്പോൾ അവിടെ ഇനി ഒരു ചാർട്ട് കൊടുത്തേക്കുന്നുണ്ടോ, ലെയേഴ്സ് ഓഫ് ദി ഐ. പറഞ്ഞാട്ടെ ഏതൊക്കെയാണ് ലെയറുകൾ? ഒന്നാമത്തെ ഏതാ? സ്ക്ലീറ, ദൃഢപടലം. രണ്ടാമത്തെ ഏതാ? കൊറോയിഡ്, രക്തപടലം. മൂന്നാമത്തെ ഏതാ? റെറ്റിന, ദൃഷ്ടിപടലം. റെറ്റിനയിൽ എന്തുണ്ടായി? ഇമേജ് ഈസ് ഫോംഡ്. എന്തുണ്ടായി? ഇമേജ് ഉണ്ടായി. റെറ്റിനയിൽ ഇമേജ് ഉണ്ടായി. ഈ ഇമേജിന് എവിടെ പോകും? ഒപ്റ്റിക് നെർവ് വഴി എവിടെ പോകും? ബ്രെയിനിലേക്ക് പോകും. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ആദ്യത്തെ സ്ക്ലീറയുടെ ഫങ്ഷൻ എന്താണ്? സ്ക്ലീറയിൽ എന്താണ് നടക്കുന്നത്? അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത് താഴെ? അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫേംനെസ് അല്ലേ? സ്ക്ലീറ എന്താ നൽകുന്നത്? ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ഐ അല്ലേ? രണ്ടാമത്തെ കൊറോയിഡിൻ്റെ താഴെ എന്താ ഫങ്ഷൻ എഴുതേണ്ടത്? എന്താണ് എഴുതേണ്ടത്? എന്താ അവരുടെ ഫങ്ഷൻ എന്താ? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഇന്നർ ലെയർ ഓഫ് ദി റെറ്റിന ആൻഡ് റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ. ഓക്കെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം. ഇത് വളരെ വൃത്തിയായിട്ട് 1-2 തവണ കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഒന്നും കൂടെ കേൾക്കുക. വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാകും. ഇനി പടം വരച്ച് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടിടുക. ഞാനത് ബോർഡിൽ വരച്ച് കാണിച്ച് തരാം. നിങ്ങൾ വരച്ച് പഠിക്കാൻ എളുപ്പമുള്ളൊരു പടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വരച്ച് കാണിക്കാത്തത് കേട്ടോ. ഓക്കെ, താങ്ക് യു.